അങ്ങനെ അനാമികയെ കാണാൻ വേണ്ടിയിട്ട് രേവതി അനന്തപുരിയിലോട്ട് വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും മുറിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് ദേവയാനി രേവതിക്കുള്ള ജ്യൂസുമായിട്ട് അനാമികയുടെ മുറിയിലോട്ട് വരുന്നത്. ആ സമയത്ത് ദേവയാനി വരുന്നത് കണ്ടിട്ട് മോളെ വല്യമ്മ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സംസാരം അവിടെ നിർത്തുകയാണ്. അത് ദേവയാനി കേൾക്കുന്നുണ്ടായിരുന്നു. കേട്ടപ്പോൾ തന്നെ അവൾ ആരെയോ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ വരുന്നത് കണ്ടപ്പോൾ നിർത്തിയത് എന്നുള്ള സംശയം ദേവയാനിക്ക് തോന്നുകയാണ്. അങ്ങനെ മുറിയിലോട്ട് വന്നിട്ട് അമ്മയും മകളും കാര്യമായിട്ട് എന്തോ ചർച്ചയിലാണല്ലോ, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല, ഞാൻ ഇവളോട് അനിയെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് രേവതി. അപ്പോൾ അത് ഞാൻ മോളോടും പറയാറുണ്ട്, അവനെ നല്ലോണം സ്നേഹിച്ചു നിന്നാൽ അവൻ സ്നേഹം വാരി കോരി തരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവർക്കുള്ള ജ്യൂസൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് ഡോറിന് പിന്നിൽ മാറി നിൽക്കുന്നുണ്ട്. കാരണം അവര് പറഞ്ഞത് കള്ളമാണ്. അവര് മറ്റെന്തോ സംസാരിക്കുകയാണ്, ആരെക്കുറിച്ചോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോൾ നിർത്തിയത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ദേവയാനി അവിടെ മാറി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഞാൻ അന്ന് പാലിൽ വിഷം കലർത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് വല്യമ്മയുടെ ആ ഒരു കരൾ നഷ്ടപ്പെട്ടതും അവൾ കരൾ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായതും. അല്ലെങ്കിൽ ഇന്ന് കരൾ കൊടുക്കില്ലായിരുന്നു, അവളെ വല്യമ്മ ഇത്രയധികം സ്നേഹിക്കില്ലായിരുന്നു എന്നൊക്കെ അനാമിക പറയുന്നത് കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ദേവയാനി. എന്നിട്ട് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അവൾ ഇപ്പോൾ വലിയ കൊമ്പത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് കരൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഒരു ക്രെഡിറ്റ് എനിക്കാണ് വേണ്ടത്. അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇന്ന് അവളുടെ സ്ഥാനത്ത് എന്നെ സ്നേഹിക്കുമായിരുന്നു, അവളെ ഇപ്പോഴും തലയിൽ കയറ്റി വെക്കില്ലായിരുന്നു. എല്ലാത്തിനും എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് അനാമിക. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാനാവാതെ ദേവയാനി നിൽക്കുകയാണ്. എന്നിട്ട് തൻ്റെ മരുമകളെ സ്നേഹിക്കുന്നതിലും അപ്പുറം ഞാൻ ഇവളെ സ്നേഹിച്ചിരുന്നല്ലോ. ആ സമയത്ത് എൻ്റെ മരുമകളെ, എൻ്റെ പൊന്നുപോലുള്ള മരുമകളെ ഞാൻ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. എല്ലാം ഈ ദുഷ്ടത്തിക്ക് വേണ്ടിയായിരുന്നല്ലോ എന്ന് സങ്കടത്തോടു കൂടി ചിന്തിച്ച് നിൽക്കുകയാണ് ദേവയാനി. അങ്ങനെ ഇക്കാര്യം എന്തായാലും എല്ലാവരും അറിഞ്ഞേ പറ്റൂ, ഇവരുടെ നാടകം പൊളിച്ചടുക്കിയേ പറ്റൂ. പക്ഷെ ഒറ്റയടിക്ക് ഞാൻ ഇത് ജാനകിയോട് പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല, തെളിവ് സഹിതം കാണിച്ചു കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ച് ദേവയാനി ജാനകിയുടെ അടുത്തോട്ട് പോവുകയാണ്. ആ സമയത്ത് ജാനകി കിച്ചണിൽ പണിയിലായിരുന്നു. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, ജാനകി, നീ നിന്റെ മരുമകളെ മനസ്സിലാക്കിയിട്ടില്ല, നീ നിന്റെ മരുമകളെ നല്ലോണം മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അത് പിന്നെ എൻ്റെ മരുമകൾ എന്നെ കരൾ തന്ന് സഹായിച്ചു, നിനക്കാണ് ആ അവസ്ഥ വന്നിരുന്നെങ്കിൽ നിന്റെ മരുമകൾ നിന്നെ സഹായിക്കുമോ, അങ്ങനെയുള്ള മനസ്സ് അവൾക്കുണ്ടാകുമോ എന്നുള്ള എനിക്കൊരു സംശയം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത്, അതെന്താ ഏട്ടത്തിയുടെ മരുമകൾ മാത്രമേ നല്ല മനസ്സുള്ള മരുമകളുള്ളൂ, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ പൊന്നുപോലും എൻ്റെ മരുമകൾ നോക്കും എന്നൊക്കെ ജാനകി വെല്ലുവിളിയോട് കൂടി ദേവയാനിയോട് പറയുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി ഉള്ളിൽ ചിരിച്ചുകൊണ്ട്, നിന്റെ മരുമകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നീ ഇത്തരത്തിലുള്ള സംസാരമൊന്നും പറയില്ല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് കണ്ടിട്ട്, എന്താ ഏട്ടത്തി ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നത്, എന്താ എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഒന്നുമില്ല, നീ എൻ്റെ കൂടെ വാ, നിനക്ക് ഒരു കൂട്ടം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പോകുന്ന സമയത്ത്, എന്താ ഏട്ടത്തി, എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, പ്രശ്നമുള്ളത് ഞാൻ പറയുകയല്ല, അത് നിനക്ക് നേരിട്ട് കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തി തരാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അനാമികയുടെ മുറിയിലോട്ട് പോകുന്ന സമയത്ത്, അനാമികയുടെ മുറിയിൽ എന്താ ഹനിയും അവളും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, മിണ്ടരുത്, ശബ്ദമുണ്ടാക്കരുത്, നിനക്ക് ഒരു കാര്യം കേൾപ്പിച്ചു തരാം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് എന്താ അവരുടെ മുറിയിൽ നടക്കുന്നതൊക്കെ ഒളിഞ്ഞു കേൾക്കുന്ന സ്വഭാവം തുടങ്ങിയോ? വെറുതെ അല്ല, ആ നയന എന്ന് പറയുന്നവളാണല്ലോ കരൾ തന്നത്, അപ്പോൾ പിന്നെ അവളുടെ സ്വഭാവമെങ്കിലും കുറച്ചൊക്കെ ഏട്ടത്തി കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ അവരുടെ രഹസ്യങ്ങളൊന്നും ഒളിഞ്ഞു കേൾക്കാനൊന്നുമല്ല, നിനക്ക് കാര്യം സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പതുക്കെ മുറിയിൽ പോയി നിൽക്കുന്ന സമയത്താണ് കൃത്യസമയത്ത് തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല, ആ നായനയുടെ പകരം നീയായിരുന്നെങ്കിൽ നിന്റെ അമ്മായിയമ്മയ്ക്ക് കരൾ കൊടുക്കുമായിരുന്നോ? നിന്റെ അമ്മായിയമ്മയ്ക്ക് ഒരു അത്യാവശ്യം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നീ അത് ചെയ്യുമായിരുന്നോ എന്നൊക്കെ പറയുന്ന സമയത്ത്, എനിക്കതാണല്ലോ പണി, പിന്നെ ആ നായന എന്ന് പറയുന്നവൾ കരൾ കൊടുത്തത് ഇവിടുത്തെ സ്വത്തും പണവും ഒക്കെ കണ്ടിട്ടാണ്, അത് അവളുടെ അമ്മായിയമ്മയുടെ അടുത്തും അവളുടെ ഭർത്താവിൻ്റെ അടുത്തൊക്കെ ഉണ്ട്, അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ മനഃപൂർവ്വം അവൾ ഒരു കളി കളിച്ചത് എന്നൊക്കെ പറയുകയാണ്. അവൾക്ക് ബുദ്ധിയുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അമ്മായിയമ്മയെ എന്ത് കണ്ടിട്ടാണ് സഹായിക്കേണ്ടത്? അവരെ ഒരു ദരിദ്രവാസി തന്നെയാണ്, അവരുടെ കയ്യിൽ ഒന്നുമില്ല, പിന്നെ അവരുടെ മകൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഞാൻ അവരെ സഹായിക്കുകയുമില്ല എന്നൊക്കെ പറയുകയാണ്.
അങ്ങനെ തൻ്റെ മരുമകൾ ഇത്രയും ക്രൂരയാണോ, ഇത്രയും സ്നേഹമില്ലാത്തവളാണോ എന്നൊക്കെ ആ ഒരു ഇത് കേട്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ജാനകി. ആ സമയത്ത് ദേവയാനി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, നീ കേട്ടല്ലോ നിന്റെ മരുമകൾ പറഞ്ഞത്. ഇതാണ് നിന്റെ മരുമകളെ കുറിച്ച് പലപ്പോഴായി ഞാൻ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ നീ അതൊന്നും വിശ്വസിച്ചിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് രേവതി അനാമികയോട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയായി പറയുന്നത്? നിന്റെ അമ്മായിയമ്മയും നിന്റെ ഭർത്താവിനെയും സോപ്പിട്ട് നിന്നാലേ നമ്മുടെ കാര്യം നടക്കുകയുള്ളൂ. നമ്മുടെ കടങ്ങളൊക്കെ വീട്ടണമെങ്കിൽ ഇവിടെ നിന്ന് സ്വത്തും പണവും അടിച്ചു മാറ്റിയേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ സ്വർണം അന്ന് നീ അടിച്ചു മാറ്റിയതുപോലെ സ്വർണം അടിച്ചു മാറ്റിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അവരുടെ സംസാരം കേട്ടിട്ട് രണ്ടുപേരും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇത്രയും വിഷം ഉള്ളിലുള്ള ആൾക്കാരാണോ ഇവര്, ഇത്രയും കള്ളന്മാരാണോ ഇവര് എന്നുള്ള സത്യം അവരെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ആ സമയത്ത് ജാനകി ദേവയാനിയോട് പറയുന്നുണ്ട്, ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചു, പക്ഷെ എൻ്റെ മകനെ ചതിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇവളെ കള്ളത്തരം എല്ലാവരുടെയും മുന്നിൽ തെളിയിച്ചേ പറ്റുകയുള്ളൂ. ഇവളെ പിടികൂടണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അനാമികയ്ക്ക് ഒരു കൊറിയർ വരുന്നുണ്ട്. ആ കൊറിയർ ഒരു സ്നേഹ പ്രണയ സമ്മാനമായിരുന്നു. പക്ഷെ അത് നേരെ അനിയുടെ കയ്യിലാണ് കിട്ടുന്നത്. പോസ്റ്റ്മാൻ അനാമികയ്ക്കുള്ളത് നേരെ അനിയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. അങ്ങനെ അനാമികയെ വിളിച്ചിട്ട് അവളുടെ കയ്യിൽ അത് കൊടുത്തിട്ട്, അല്ല, നിനക്ക് ഇത്തരത്തിലുള്ള സമ്മാനം തരാൻ നിനക്ക് ആരെങ്കിലും കാമുകന്മാരുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇതൊരു പ്രണയ സമ്മാനമാണല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, എനിക്കങ്ങനെ ആരും തരാനില്ല. നീ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ട് നീയാണോ ഇനി ഇത് അയച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത്, എനിക്കതാണല്ലോ ജോലി, നിനക്ക് സമ്മാനം തരാനാണല്ലോ എൻ്റെ പണി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനാമികയോട് നമ്മുടെ അനി ചൂടാവുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. ഒന്നുകിൽ നിനക്ക് കാമുകരുണ്ട്, അല്ലെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ട് ആണ്, അല്ലാതെ വേറെ ആരും ഇത് അയക്കില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവരുടെ സംസാരം ദേവയാനി കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളുടെ മനസ്സിൽ ആരോ ഉണ്ട്. മറ്റൊരാളെ സ്നേഹിച്ചുകൊണ്ടാണ് അനിയുടെ കൂടെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഒരു അടുപ്പവും സ്നേഹവും ഇല്ലാത്തത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ജാനകിയോട് ഇക്കാര്യം ചെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, എന്തായാലും എന്നെ അവൾ ചതിച്ചു, പക്ഷെ എൻ്റെ മകനെ ചതിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവളുടെ ജീവിതത്തിൽ നിന്ന് അവളെ എത്രയും പെട്ടെന്ന് അടിച്ചിറക്കിയേ പറ്റൂ എന്നൊക്കെ ചിന്തിക്കുകയാണ് ജാനകി. അങ്ങനെ തന്നെ മകനെ ചതിച്ചിട്ടുണ്ട്. അവൾക്ക് ആരോ കാമുകനുണ്ട്, അവൾക്ക് ആരോടോ ആയിട്ട് അടുപ്പമുണ്ട് എന്നൊക്കെ ജാനകിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ജാനകി അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ജാനകി ജ്വല്ലറിയിൽ പോയിട്ട് നല്ല അടിപൊളി മാലയൊക്കെ വാങ്ങി കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അനാമികയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട്, ഇത് എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇത് ആർക്കാ അമ്മേ, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ, നല്ല വിലപിടിപ്പുള്ള മാലയാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇത് ഒരാൾക്ക് കൊടുക്കാനാണ്, ഇത് സർപ്രൈസ് ആണ്, എന്തായാലും മോൾ എൻ്റെ കൂടെ വരണം, ഇത് മോളോട് ഞാൻ പറയില്ല, മോളുടെ മുന്നിൽ വെച്ചാണ് ഞാൻ ആ സമ്മാനം ഒരാൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത്, തൻ്റെ അമ്മയ്ക്കാകും ഈ സമ്മാനം എന്ന് കരുതി നിൽക്കുകയാണ് അനാമിക. അങ്ങനെ ജാനകി അനാമികയെയും കൂട്ടി ഇറങ്ങുകയാണ്. പോകുന്ന സമയത്ത് അനാമിക തൻ്റെ അമ്മയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. എന്നിട്ട്, അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോ, അമ്മ അങ്ങോട്ടാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർക്കുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി രേവതി കാത്തു നിൽക്കുകയാണ്. പക്ഷെ അവരെ ആ സമയത്ത് അങ്ങോട്ട് കാണുന്നില്ല. ആകെ നിരാശയിൽ നിൽക്കുകയാണ് അവർ. അങ്ങനെ തൻ്റെ വീട്ടിലോട്ടുള്ള വഴിക്കല്ല ജാനകി പോകുന്നത് എന്ന് മനസ്സിലാക്കിയ അനാമിക ജാനകിയോട് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ, എൻ്റെ വീട്ടിലേക്കുള്ള വഴി ഇതല്ലല്ലോ, അമ്മയ്ക്ക് മാറിപ്പോയോ, ഞാൻ വഴി പറഞ്ഞു തരാം എന്നൊക്കെ പറയുന്ന സമയത്ത്, നിന്റെ വീട്ടിലോട്ടല്ല ഞാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആകെ നിരാശയിൽ നിൽക്കുകയാണ് അനാമിക. അങ്ങനെ നേരെ വണ്ടി കൊണ്ട് നിർത്തുന്നത് നന്ദുവിൻ്റെ വീട്ടിലാണ്. ആ സമയത്ത് അനാമിക ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട്, എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത്, ആ മൊട്ടച്ചിയുടെ വീട്ടിലേക്ക് എന്തിനാ വന്നത്, എനിക്ക് അവളെ കാണുന്നത് പോലും കലിപ്പാണ്, വെറുപ്പാണ് എന്നൊക്കെ പറയുന്ന സമയത്ത്, നീ എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ നന്ദുവിനെ തൻ്റെ അടുത്തോട്ട് വിളിക്കുകയാണ്. എന്നിട്ട്, മോൾക്ക് SI സെലക്ഷൻ കിട്ടിയ വിവരം ഞാൻ അറിഞ്ഞു. എൻ്റെ വക ഒരു സമ്മാനവും മോൾക്ക് തരാൻ എനിക്ക് പറ്റിയില്ല. കുറേ മുമ്പ് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള ആ നെക്ലേസ് നന്ദുവിനെ കൊടുക്കുകയാണ്. ആ കാഴ്ച കണ്ട് അനാമിക ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട്, അമ്മ എന്താ ഉദ്ദേശിച്ചത്, അമ്മ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നത്, എന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കാനാണോ അമ്മ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട്, എന്തായാലും നീ എന്നെ വേദനിപ്പിക്കുന്ന, അല്ലെ എൻ്റെ മകനെ വേദനിപ്പിക്കുന്ന അത്രത്തോളം ഒന്നും വരില്ലടി ഇത്. നിന്റെ എല്ലാ കള്ളത്തരവും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നീ എന്നെയും എൻ്റെ മകനെയും ചതിക്കുകയായിരുന്നല്ലടി. അതുകൊണ്ട് നിനക്ക് ഒരു വേദനിപ്പിക്കുന്ന രീതിയിലുള്ള തിരിച്ചടി നൽകണമെങ്കിൽ നന്ദുവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നീ
തകർന്നടിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കണം. നീ അവളുടെ മുന്നിൽ താഴ്ന്നു നിൽക്കണം. എന്നാലേ നിനക്ക് വേദനിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇക്കാര്യം ചെയ്തത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആകെ കലിപ്പിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അനാമിക. സങ്കടം കൊണ്ട് അവൾക്ക് സഹിക്കാനും പറ്റുന്നില്ല. നന്ദുവിന്റെ മുൻപിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് അനാമികയ്ക്ക് ഒട്ടും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. അങ്ങനെ ജാനകിയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. നന്ദുവിനെ ചേർത്ത് പിടിച്ച് ആ സമ്മാനം കൊടുക്കുകയാണ്. ജാനകിയുടെ ആ ഒരു മാറ്റം കണ്ടിട്ടാണെങ്കിൽ നന്ദുവിനും വീട്ടുകാർക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല.